ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാം വെട്ടിപ്പിടിക്കണമെന്നും ആവുന്നിടത്തോളം സമ്പാദിച്ചു കൂട്ടണമെന്നുമാണ് മിക്കവരും ചിന്തിക്കുന്നത്. ഈ വിധത്തിൽ ചിന്തിക്കുന്നവർ സമ്പാദിക്കുന്നതിനു വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കും. സ്വന്തം ശക്തിയും ബുദ്ധിയും ഉപയോഗിക്കുക മാത്രമല്ല, അതിനായി വളഞ്ഞ വഴികളും സ്വീകരിക്കും. ഈ വിധത്തിൽ ഉള്ള പ്രവൃത്തികൾ സമൂഹത്തിൽ നടക്കുന്നത് നിമിത്തമാണ് സമൂഹം മലിനമാകുന്നത്. ഈ വിധ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോഴും പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും നടക്കാതെ വരുമ്പോഴും തകർന്നു പോകും. പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുക അസാധ്യവുമാണ്. സങ്കീർത്തനത്തിൽ പറയുന്നത്, ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, അവർ കുഞ്ഞു വീണുപോയി. 20-ാം അധ്യായം 7-8 വാക്യങ്ങൾ. വീഴാതെ നിൽപ്പാൻ എന്തു ചെയ്യണം? 125-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. വീഴാതിരിപ്പാൻ യഹോവയിൽ ആശ്രയിക്കണം. യഹോവയിൽ ആശ്രയിക്കുന്നവരെ അവൻ എന്നേക്കും ചുറ്റിയിരിക്കുന്നു. ശത്രു തൊടാതെ തൻ്റെ ജനത്തെ കാവൽ ചെയ്യുന്നു. ഭൗതിക ജീവിതത്തിൽ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ് എല്ലാവരും. പ്രതികൂലങ്ങളിൽ പരിഹാരം വരുത്തുവാൻ ആശ്രയിക്കുന്ന സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കഴിഞ്ഞില്ലെന്നും വരാം. ഭൗതിക ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നത് തകരുന്നതിന് വേണ്ടിയല്ല, പ്രതികൂല കാറ്റുകളിൽ കൂടി ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ബധിരത ബാധിച്ചിരിക്കുന്ന ലോകത്തെ ഉണർത്തുവാനുള്ള ദൈവത്തിൻ്റെ ഉച്ചഭാഷണിയാണ് പ്രതികൂല കാറ്റുകൾ എന്ന് C.S. ലൂയിസ് എന്ന ദൈവഭക്തൻ പറഞ്ഞിട്ടുണ്ട്. നമ്മിലുണ്ടാകുന്ന പ്രതികൂലങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. അതിനെന്ത് ചെയ്യണം? എഫെസ്യർ 6:7-10 വാക്യങ്ങൾ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്തും, മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോട് സേവിച്ചും കൊണ്ട് അനുസരിക്കുവീൻ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. എല്ലാറ്റിലും കർത്താവിൽ ആശ്രയിച്ചും അവനെ സേവിച്ചും അനുസരിച്ചും മുൻപോട്ട് പോകുമെങ്കിൽ അവൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുകയും പ്രതികൂലങ്ങൾ അനുഗ്രഹമായി മാറ്റുവാൻ തക്കവണ്ണം നാം ശക്തരായി തീരുകയും ചെയ്യും. സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവ ഇഷ്ടത്തിന് വിധേയരായി അനുസരിക്കുന്നവർക്ക് പ്രതികൂലങ്ങളെ ദൈവിക പദ്ധതിയായി രൂപപ്പെടുത്തിക്കൊണ്ട് കൊള്ളുവാനായിട്ട് കഴിയും. ഇയ്യോബിനെ പോലെ അപ്പോൾ പറയുവാൻ കഴിയും, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണവനെ കാണും. ഇയ്യോബ് 19:25-27. പ്രതികൂലങ്ങളിലും കഷ്ടതകളിലും നമ്മെ ശക്തീകരിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. സങ്കീർത്തനങ്ങളിൽ നിന്നും ചില വാക്യങ്ങൾ ഉദ്ധരിക്കട്ടെ. സങ്കീർത്തനം 27:1-3 വരെ. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായി ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. സങ്കീർത്തനം 46:1-3 വരെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു.
കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. 4:19. നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർക്കുന്ന ഒരു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് ഭയപ്പെടണം? എല്ലാവരെയും ഭയപ്പെടുത്തുന്ന നിമിഷങ്ങളാണല്ലോ മരണം. എന്നാൽ ഒരു ക്രിസ്തു വിശ്വാസിക്ക് മരണത്തെയും ഭയപ്പെടേണ്ടതില്ല. പൗലോസിനോട് ചേർന്ന് വിശ്വാസിക്ക് പറയുവാൻ കഴിയും: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. ഫിലിപ്പി ലേഖനം 1:21. അതുകൊണ്ട് പ്രതികൂലങ്ങളെ അനുകൂലമാക്കി രൂപപ്പെടുത്തുവാൻ ശക്തനും മനസ്സുള്ളവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. എങ്കിൽ പൗലോസിനോടൊപ്പം നമുക്കും പറയുവാൻ കഴിയും: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന്. ഫിലിപ്പി ലേഖനം 4:13. ബലഹീനതകളിൽ കർത്താവ് നൽകി ശക്തി പ്രാപിച്ചവരുടെ സാക്ഷ്യമാണ് ഫിലിപ്പിയർ 4:12. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അതേ കർത്താവിൻ്റെ ശക്തി പ്രാപിക്കുന്നവർക്ക് പ്രതികൂലങ്ങളെ വെല്ലുവിളിച്ച് അവയെ ദൈവിക പദ്ധതിയായി രൂപപ്പെടുത്തുവാൻ കഴിയും. കർത്താവേ, നിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ട് പ്രതികൂലങ്ങളെ ദൈവിക പദ്ധതിയായി രൂപപ്പെടുത്തി മുന്നേറുവാൻ എന്നെ ബലപ്പെടുത്തണമേ. ആമേൻ. ആഴിയിൽ നാം കടന്നു പോയിടിലും അത് നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാമാകിലും ജ്വാല നമ്മെ എല്ലും ഏശിടാതെ ഇമ്മാനുവേൽ തൻ നടത്തിടുമേ. തീയിൽ നാമാകിലും ജ്വാല നമ്മെ എല്ലും ഏശിടാതെ ഇമ്മാനുവേൽ തൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ.